ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഗ്രോത്ത്. ഇത് നമ്മുടെ വളർച്ചയുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ്, വേറെ ആരുടെയും കയ്യിലല്ല. ഇത് നേടിയെടുക്കാനായിട്ട് ഒരു 3 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തീർച്ചയായിട്ടും വളരാനായിട്ട് ഇൻഫർമേഷൻ വേണം. ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിലുള്ള ദോഷം എന്താണ്, ഗുണം എന്താണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഇന്നത്തെ കാലത്ത് നമ്മൾ മിക്ക ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഗൂഗിൾ ആണെങ്കിലും ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും അങ്ങനെ ഏത് ടൂളും നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. പക്ഷെ അതിനേക്കാളും നല്ലൊരു സോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നാച്ചുറൽ ഇൻ്റലിജൻസ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അനുഭവം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു ഇൻ്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാഴ്ചയിൽ ഒരു 2 വ്യക്തികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, പുതിയ വ്യക്തികൾ. ഇനി പുതിയ വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മിക്ക ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പരിചയമില്ലാത്ത 2 പേരുമായിട്ട് സംസാരിക്കണോ, അതിന് വേറെ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ, അങ്ങനത്തെ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ഇതാണ്. നമുക്ക് നല്ല പരിചയമുള്ള, ഒന്നുകിൽ നമ്മുടെ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്തതോ ഏതെങ്കിലും 2 വ്യക്തികളെ ഓരോ ആഴ്ചയും നമ്മുടെ പരിചയം പുതുക്കി അവരുമായിട്ട് സംസാരിക്കുക. അവരുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കാവുന്നതാണ്. അതിൽ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കാലമായിട്ട് ഒരു പക്ഷേ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്നും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആഴ്ചയിൽ 2 പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക മിനിമം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നതിന് 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 ക്വാർട്ടേഴ്സ്. ഓരോ ക്വാർട്ടറിലും നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. അതേപോലെ തന്നെ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. ഇടയ്ക്കെങ്കിലും അത് നോക്കിയിട്ട് നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പം പറഞ്ഞ രണ്ടാമത്തെ കാര്യം തുടർച്ച തന്നെയാണ്, ഒരു സെൽഫ് പെർഫോമൻസ് റിവ്യൂ നടത്തുക. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തന്നെ റിവ്യൂ നടത്തുക. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ പോലും നമ്മളൊരു ജോലിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ പെർഫോമൻസിന് നമ്മുടെ മാനേജർമാർ റിവ്യൂ ചെയ്യാറുണ്ട്. എങ്ങനെ, ഈ ഒരു കഴിഞ്ഞ വർഷം നിങ്ങൾ എന്തൊക്കെ നേടിയെടുത്തു, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രൊമോഷനും സാലറി ഹൈക്കും ഒക്കെ ഉണ്ടാകുന്നത്, അല്ലേ? ഇനി അങ്ങനെ ഒരു ജോലിയിൽ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ നമ്മളെ റിവ്യൂ ചെയ്യുന്നുണ്ടാവും. ഇനി ആരെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വളർച്ച എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ സെൽഫ് റിവ്യൂ എന്നുള്ളത് തീർച്ചയായിട്ടും വേണം. അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കുക.